ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. ഞാനിവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അപ്പോൾ റീഡിങ് വേണമെന്ന് കമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അന്നേരം ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് ലേറ്റായി പോയി. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ഫയൽ ചൂസ് ചെയ്യാം. കളർ വൈസിലോ നമ്പർ വൈസിലോ, നമ്പർ 1, നമ്പർ 2. നമ്പർ 1 റെഡ് കളർ, നമ്പർ 2 ബ്ലാക്ക് കളർ. ഓക്കെ, കാർഡ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. കാർഡ് ഓൾറെഡി എടുത്തത് കൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ എനർജി എന്ന് പറയുന്നത് ആദ്യം കിട്ടിയിരിക്കുന്നത് വേൾഡ് ആണ്, ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. അപ്പം പലരുടെ എനർജി ആയതുകൊണ്ട് ചിലരുടെ കാര്യത്തിൽ അവരുടെ വേണ്ടപ്പെട്ടവരാരോ നഷ്ടപ്പെട്ടതിനെ അതിനെ മാത്രം ഓർത്ത് ദുഃഖിച്ച് കഴിയുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിരാശ, അസംതൃപ്തി, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് കഴിയുന്നവരുടെ എനർജിയാണ് കാണുന്നത്. ചിലരെന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബന്ധത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരുപാട് പ്രതിസന്ധികളെ ഫേസ് ചെയ്ത് ദുഃഖിച്ച് കഴിയുന്ന അവസ്ഥ. പല ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ തന്നെ ഓർത്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഏത് രീതിയിൽ വന്നവരാണേലും നിങ്ങളുടെ വ്യക്തിയെ തന്നെ ആലോചിച്ച് കഴിയാണ്. അവരുടെ തിരിച്ചു വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ചിലരെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതോർത്ത് നിരാശയുടെ പടുകുഴി, എന്താ പറയുക, അങ്ങനെ ജീവിതമേ വേണ്ട, അല്ലെങ്കിൽ അത്രയും ജീവിതം ഇനി ഇല്ല എന്ന രീതിയിൽ ചിന്തിച്ച് വിഷാദത്തിൽ കഴിയുന്ന, ജീവിതത്തിലുള്ള അഭിനിവേശം അല്ലെങ്കിൽ ജീവിതത്തിലുള്ള എല്ലാ ഇതും നഷ്ടപ്പെട്ട് അങ്ങനെ കഴിയുന്നവരുടെ എനർജി, അങ്ങനെ പല രീതിയിൽ കഴിയുന്നവരുടെ എനർജിയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് അത് തന്നെയാണ്. ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള മനോഭാവത്തോടെ അത്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയൊക്കെ ഉള്ളവരാകാനാണ് കൂടുതലും ഇവിടെ സാധ്യത. നിങ്ങൾ കൂടുതലും ആൾക്കാർ യാത്ര ചെയ്യുന്നവരായിരിക്കാം, അല്ല വിദേശത്തുള്ളവരായിരിക്കാം. ഒരു പക്ഷേ ഇവിടെ സണ്ണിൻ്റെ എനർജി വന്നതുകൊണ്ട് എന്തിനെയാണോ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ മാറാൻ പോവുകയാണെന്നാണ്. അപ്പോൾ ഏത് തരത്തിലായാലും, ഏത് തരത്തിൽ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിൽ ഫെയിലിയർ ആയവരും അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നു വരാൻ പോകുന്നതാണ്. ഭർത്താവ് അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടവരായാലും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റുള്ളവരായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശം കടന്നു വരാൻ പോകുന്നതാണ്. എല്ലാ രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ചോയ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു പക്ഷേ നിങ്ങളെപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വ്യക്തി അല്ലാതെ വേറൊരാൾ, നിങ്ങൾ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, അവരെ അല്ലാതെ വേറൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുത്ത് കഴിയുന്നവരാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളൊക്കെ തീരാൻ പോകുന്നു. ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പം പോസിറ്റീവ് എനർജി ആണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പം പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പലരും സിംഗിൾസ് ആകാം, അല്ലെങ്കിൽ സിംഗിൾ പേരൻ്റ് ആവാം. ഫാമിലിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങളെന്നാണ്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കാമായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് അത്രയും പ്രാധാന്യം, പാർട്ട്ണറിനും സിംഗിൾ പേരൻസൊക്കെ ആണെങ്കിൽ മക്കൾക്കൊക്കെ അതുപോലെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ്. നിങ്ങൾ ഏതിലാണോ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്, അല്ല മനസ്സുറപ്പിച്ചിരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നാണ്. അവരുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങളാണ്. അവർ വിദേശത്ത് പോയാലും നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലത്തിലാണെങ്കിലും നിങ്ങളെ മാത്രം ഓർത്ത് കഴിയുന്നു എന്നാണ്. മനസ്സുകൊണ്ട് അവരെത്ര ദൂരത്താണെങ്കിലും അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികെ തന്നെയുണ്ട്. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത്.
റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരുടെ എനർജി എടുക്കാം. ഇപ്പം നല്ല ക്ഷമയും ദയയും ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപക്ഷെ രണ്ട് കൂട്ടരും അങ്ങനെ ആവാം, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആവാം. നിങ്ങളിലേക്ക് വരാൻ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊത്തുള്ള ഒരു ജീവിതം അവർ ആ ഒരു പ്ലാനിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിൻ്റെ സണ്ണിൻ്റെയൊക്കെ എനർജി വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും സുഖ സൗകര്യങ്ങളും സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ്. നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ആവണമെന്നില്ല, എങ്കിൽ പോലും പൈൽ റീഡിങ് ആയതുകൊണ്ട് ഏറെക്കുറെ പേർക്ക് ഇത് റെസൊനേറ്റ് ആവാനാണ് സാധ്യത. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വഴക്കിടുന്നുണ്ടാവും, പക്ഷേ ലവ് ഡീപ്പാണ്. അതാണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും തനിക്ക് വേണ്ടത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ കുടുംബജീവിതം, എല്ലാ രീതിയിലുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ്. ഇപ്പം 10 എന്ന് പറയുമ്പോൾ പൂർത്തീകരണമാണ്. അതായത് അവിടെ ഫുൾഫിൽമെൻറ്റ്, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു സൂര്യപ്രകാശം തന്നെ കടന്നു വരും. നിങ്ങളുടെ അന്ധകാരം നിറഞ്ഞ ജീവിതം, ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. സെക്കൻഡ് പേര് ചൂസ് ചെയ്തവരുടെ എനർജി, നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു എന്താ പറയുക, ഒരു വെല്ലുവിളിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അവർക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കൂടാതെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ വ്യക്തി, നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഇടയിൽ ഏത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നു ഇത്രയും നാളെന്നാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാത്തൊരവസ്ഥയിലൂടെ പോകുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യക്തിക്ക് അതിനുള്ള ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങളെ അത്രയും മേലെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. അതായത് ഒരു അത്രയും കെയറും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ആ വ്യക്തി തന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിന് ശേഷമായിരിക്കാം വേറൊരു വ്യക്തി നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ ഉള്ളതായിരിക്കാം. എങ്ങനെ ആയാലും ആ വ്യക്തി ഒരു വലിയൊരു മാനസികസമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഒരു പക്ഷേ അത് നിങ്ങളാവാം, അല്ല നിങ്ങളുടെ വ്യക്തിയാകാം. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തി ആയാലും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണെന്നാണ്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് സ്പിരിച്വൽ വിസ്ഡം ഉള്ളവരാണ്. റിലീജിയസ് ബിലീഫ് അതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ കൂടുതൽ പേരും അങ്ങനെയുള്ളവരാണ്. അതുപോലെ ദയ, ക്ഷമ, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ക്വാളിറ്റീസൊക്കെ ഉള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർ സമൂഹത്തിലൊരു അംഗീകാരം, സ്വാധീനം ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തി. അത് ഇപ്പം നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ അതെങ്ങനെയാവാം കേട്ടോ, അത് ഏത് കാര്യം പറയുമ്പോഴും അങ്ങനെ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പം മറ്റുള്ളവരുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിനുള്ള ഒരു ധൈര്യം ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടെന്നാണ്. നിങ്ങളിലേക്ക് തന്നെ, നിങ്ങളെ തന്നെ ആ വ്യക്തി, നിങ്ങളോടൊത്തുള്ള ജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആ വ്യക്തി ഒന്നെങ്കിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് ആ വ്യക്തി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്നവരാണ്. പങ്കാളിയെ നന്നായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എന്നാൽ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള വ്യക്തിയാണെന്നാണ്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരു പക്ഷേ ടീച്ചറാവാം, അഡ്വൈസറാവാം, പൊളിറ്റിക്കലോ സോഷ്യൽ പരമായിട്ടൊക്കെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരായിരിക്കാം.
സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡൊക്കെ പ്രവർത്തിക്കുന്നതായിരിക്കാം. മാരീഡ് അല്ലാത്തവർക്ക് സിംഗിൾസിനൊക്കെ ആണെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വിവാഹ പ്രപ്പോസലൊക്കെ വരാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ളവർക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണണമെന്നും നിങ്ങൾക്കൊരു സമ്മാനം തരണമെന്നും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അകന്നിരിക്കുന്നവർക്കൊക്കെ റീയൂണിയൻ അത് സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ബോണ്ടായിട്ടുള്ളൊരു ഇതാണ്. എന്താ പറയുക, നിങ്ങളുടെ ബന്ധം പൂർവാധികം ആഴത്തിലേക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ്, ചിലരുടെയൊക്കെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷേ ആഴത്തിലേ ആവുമെന്നാണ്, കൂടുതൽ ഡീപ്പാവും. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മാറ്റം, ഒരു സന്തോഷം, ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം, നേരത്തെ അതിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. പൂർവാധികം ശക്തിയായിട്ട് തന്നെ വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ രീതികളിലും അതും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ്. ഒന്നെങ്കിൽ ഇതൊക്കെ ഉള്ളവരായിരിക്കും നിങ്ങളുടെ വ്യക്തി, എല്ലാ അഭിവൃദ്ധിയും ഉള്ളവരായിരിക്കും ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളിലേക്ക് പുതിയൊരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ, നിങ്ങളിലേക്ക് മാറ്റം വന്നു കഴിയുമ്പം എല്ലാ രീതിയിലും നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ദൃഢമാവുകയും നല്ല രീതിയിൽ അത് ഡെവലപ്പ് ആവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തുവന്ന് ജീവിതത്തിൻ്റെ പടവുകൾ കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ചേഞ്ചാണ്, അതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പം ഓൾറെഡി മാരീഡ് ആയ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മൂന്നാമതൊരു വ്യക്തി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിന് സിംഗിൾസ് ആയാലും ഇങ്ങനൊരു ഇത് ഫേസ് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ. അത് വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് വരും. നെഗറ്റീവായി ഒന്നും ചിന്തിക്കാതിരിക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.